ദാവൂദ് നബി. പ്രവാചകന്മാർക്ക് അവരുടെ സമുദായങ്ങളിൽ നിന്ന് സഹിക്കേണ്ടി വന്ന നിഷേധത്തിന്റെയും അവഗണനയുടെയും ഭ്രഷ്ടിന്റെയും വിവരണങ്ങളിൽ മാത്രമായി ഖുർആൻ ചരിത്രത്തെ പരിമിതപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ തിരുദൂതന്മാരെ കൊലപ്പെടുത്തിയതുകൊണ്ടും അപഹസിച്ചതുകൊണ്ടും അവർക്കെതിരെ കുതന്ത്രങ്ങൾ പയറ്റിയതുകൊണ്ടും സമൂഹങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന നാശത്തിന്റെയും തകർച്ചയുടെയും കഥകൾ മാത്രമല്ല ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ഖുർആനിന് ഉദ്ധരിക്കാനുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ പ്രവാചകന്മാരെക്കുറിച്ച് ചിലപ്പോൾ വിശദമായും മറ്റു ചിലപ്പോൾ ഹ്രസ്വമായും ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ദാവൂദ് നബി, സുലൈമാൻ നബി, അയ്യൂബ് നബി, യൂനുസ് നബി, സക്കരിയ നബി, യഹിയ നബി തുടങ്ങിയവർ അവരിൽ ചിലരാണ്. ദാവൂദ് നബിക്കും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിക്കും അള്ളാഹു ഭൂമിയിൽ ആധിപത്യം നൽകി, അപരിമേയമായ അധികാരാവകാശങ്ങൾ നൽകി, ജ്ഞാനം നൽകി. ജനങ്ങൾക്കറിയാത്ത പല വിദ്യകളും അവരെ പഠിപ്പിച്ചു. ശക്തരെയും പ്രബലരെയും അവർക്ക് അധീനപ്പെടുത്തി. യുദ്ധസാമഗ്രികൾ അവരുടെ വരുതിയിലാക്കി. അവർക്ക് കീഴ്പ്പെടാതിരുന്നതായി ചരാചരങ്ങളിൽ ഒന്നുമുണ്ടായിരുന്നില്ല. ഇതാ അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകി. അവരിരുവരും പറഞ്ഞു, സത്യവിശ്വാസികളായ അവൻ്റെ അനവധി ദാസന്മാരെക്കാൾ ഞങ്ങൾക്ക് ശ്രേഷ്ഠതയരുളിയ അള്ളാഹുവിന് സർവസ്തോത്രവും. സുലൈമാൻ ദാവൂദിനെ അനന്തരമെടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പക്ഷികളുടെ ഭാഷ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സർവവും നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഇത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാകുന്നു. ദാവൂദ് നബിക്ക് കരഗതമായ അനുഗ്രഹങ്ങൾ. ദാവൂദ് നബിക്ക് അള്ളാഹു മലകളും പർവ്വതങ്ങളും അധീനപ്പെടുത്തി കൊടുത്തു. പ്രാർത്ഥനകളിലും സങ്കീർത്തനങ്ങളിലും അവ അദ്ദേഹത്തോടൊപ്പം പങ്കുകൊണ്ടു. അള്ളാഹു അദ്ദേഹത്തെ പടയങ്കി നിർമ്മാണം അഭ്യസിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, നിശ്ചയം ദാവൂദിന് നാം മഹത്തായ അനുഗ്രഹം നൽകി. പർവ്വതങ്ങളെ നിങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം പ്രകീർത്തനം ചെയ്യുവിൻ, പക്ഷികളെ നിങ്ങളും എന്ന് നാം നിർദ്ദേശിച്ചു. കണ്ണികൾ കൃത്യമായി കണക്കാക്കി പടയങ്കികൾ തീർക്കണമെന്ന നിർദ്ദേശത്തോടെ അദ്ദേഹത്തിന് ഇരുമ്പിനെ മൃദുലമാക്കി കൊടുത്തു. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സങ്കീർത്തനം ചെയ്യുന്ന പർവ്വതങ്ങളെയും പക്ഷികളെയും നാം ദാവൂദിന് മെരുക്കിക്കൊടുത്തു. ഈ കൃത്യം നടപ്പാക്കിയവൻ നാം ആയിരുന്നു. യുദ്ധത്തിന്റെ അപായങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാനായി നാം അദ്ദേഹത്തിന് പടയങ്കി നിർമ്മാണം അഭ്യസിപ്പിച്ചു. നിങ്ങൾ നന്ദിയുള്ളവരാകുമോ? അധികാരത്തിന്റെ കൊടുമുടികൾ ഉടമപ്പെടുത്തിയവനായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കരവിരുത് അനിതര സാധാരണമായിരുന്നു. ഇങ്ങനെയെല്ലാമായിരുന്നിട്ടും സദാ ദൈവസ്മരണയിൽ മുഴുകിയും സുദീർഘമായ പ്രാർത്ഥനകളിൽ ലയിച്ചും ധ്യാനങ്ങളിലുമായാണ് അദ്ദേഹം ജീവിച്ചത്. സത്യസന്ധമായി ജനങ്ങൾക്കിടയിൽ വിധി നടപ്പാക്കിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പക്ഷപാതിത്വം തൊട്ടു തീണ്ടാത്ത നീതിമാനായൊരു ചക്രവർത്തി. അള്ളാഹു പറയുന്നു, അല്ലയോ ദാവൂദ്, താങ്കളെ നാം ഭൂമിയിൽ പ്രതിനിധിയാക്കിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ നീതിപൂർവം ഭരണം നടത്തുക. സ്വേച്ഛയെ പിൻപറ്റരുത്. അത് താങ്കളെ ദൈവമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. ദൈവമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരാരോ വിചാരണ നാളിനെ വിസ്മരിച്ചത് കാരണമായി അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്.